ഡീവിയേഷൻ ആക്ച്വൽ മീനിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല എന്താണ്? സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ എന്നാണ്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ മീനിൽ നിന്നാണ് ഡീവിയേഷൻ കാണുന്നതെങ്കിൽ ആ ഡീവിയേഷന്റെ സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 0. അപ്പൊ നമ്മുടെ സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്നും എല്ലാം 0 ആയി പോകും. അപ്പൊ അതൊക്കെ 0 എന്ന് കാണിക്കേണ്ട എന്നുള്ള കാരണം എലിമിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോർമുലേറ്റ് ചെയ്തു എന്ന് മാത്രം. എന്താ ഏത് ഫോർമുല ഉപയോഗിക്കുക? സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ. ഇത് നമുക്ക് ആക്ച്വൽ മീനിൽ നിന്നാണ് ഡീവിയേഷൻ എടുക്കുന്നതെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. എക്സ് എന്ന വാരിയബിളിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 12, 20, 15, 22, 18, 24, 20, 12, 15, 22. വൈഡ് അതുപോലെ തന്നിട്ട് 30, 35, 28, 36, 29, 39, 30, 25, 30, 38. നമ്മളിത് ആക്ച്വൽ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ എടുത്തിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എക്സിന്റെ വാരിയബിൾസ് എഴുതി, വൈയുടെ വാരിയബിൾസും എഴുതി. എക്സിന്റെ ടോട്ടൽ ഐഡന്റിഫൈ ചെയ്യുക 180, വൈയുടെ ടോട്ടൽ ഐഡന്റിഫൈ ചെയ്യുക 320. ആക്ച്വൽ മീനിൽ നിന്ന് ഡീവിയേഷൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആക്ച്വൽ മീന് കണ്ടുപിടിക്കണം. ആക്ച്വൽ മീന് കാണാനുള്ള ഫോർമുല എന്താണ്? സിഗ്മ ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോ എക്സിന്റെ മീൻ, അതായത് എക്സ് ബാർ എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ ഈ കോളത്തിന്റെ ടോട്ടൽ എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ എൻ. നമ്പർ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സിഗ്മ എക്സ് ബൈ എൻ 180 ഡിവൈഡഡ് ബൈ 10, അതായത് 18 ആണ് എക്സ് ബാർ. പിന്നെ വരുന്നതാണ് വൈ ബാർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? അടുത്ത വാരിയബിളിന്റെയും ആക്ച്വൽ മീൻ കണ്ടുപിടിക്കണം. ആക്ച്വൽ മീൻ കാണാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ. വൈയുടെ ടോട്ടൽ 320 ആണ്. അപ്പൊ വൈ ബാർ എന്ന് പറയുമ്പോൾ സിഗ്മ വൈ ബൈ എൻ, അതായത് 320 ബൈ 10, 32. അപ്പൊ നമ്മൾ ആക്ച്വൽ മീനിൽ നിന്ന് ഡീവിയേഷൻ കാണുമ്പോൾ ആദ്യം നമ്മൾ മീന് കണ്ടുപിടിക്കണം യൂസിങ് ഫോർമുല ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ. എന്നിട്ട് വേണം ഡീവിയേഷൻ കാണാൻ. അപ്പൊ എക്സിന്റെ മീൻ എത്ര കിട്ടി? 18. അപ്പൊ ഡി എക്സ് എന്ന് പറഞ്ഞ എന്താണ്? എക്സ് മൈനസ് 18, അതല്ലേ ആക്ച്വൽ മീൻ. അപ്പൊ 12 മൈനസ് 18 മൈനസ് 16, 20 മൈനസ് 18 2, 15 മൈനസ് 18 മൈനസ് 3, 22 മൈനസ് 18 4, 18 മൈനസ് 18 0. ആക്ച്വൽ മീൻ 18 ആണ്. 24 മൈനസ് 18 6, 20 മൈനസ് 18 2, 12 മൈനസ് 18 മൈനസ് 6, 15 മൈനസ് 18 മൈനസ് 13, 22 മൈനസ് 18 4. നമ്മൾ കൂട്ടി നോക്ക്. ആ ഡി എക്സ് എന്താണ് കിട്ടുക? 0 ആണ് കേട്ടോ. അപ്പൊ സം ഓഫ് ദ ഡീവിയേഷൻ ഫ്രം അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ആക്ച്വൽ മീൻ എന്ന് പറയുന്നത് 0 ആണ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ആ ഫോർമുലയിൽ നിന്ന് ഈ സിഗ്മ ഡി എക്സ് വരുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയിട്ട് ഫോർമുല സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ഡി വൈ സ്ക്വയർ എന്നാക്കിയിരുന്നു. ഇനി ഡി എക്സ് കിട്ടി. ഇനി ഡി വൈ ഇതുപോലെ കണ്ടുപിടിക്കണം. വൈയുടെ മീൻ എത്ര നമ്മൾ കണ്ടുപിടിച്ചേക്കണം? 32. അപ്പൊ വൈ മൈനസ് വൈ ബാർ ആണ്. അപ്പൊ 30 മൈനസ് 32 മൈനസ് 2, 35 മൈനസ് 32 പ്ലസ് 3, 28 മൈനസ് 32 മൈനസ് 4, 36 മൈനസ് 32 4, 29 മൈനസ് 32 മൈനസ് 3, 39 മൈനസ് 32 7, 30 മൈനസ് 32 മൈനസ് 2, 25 മൈനസ് 32 മൈനസ് 7, 30 മൈനസ് 32 മൈനസ് 2, 38 മൈനസ് 32 പ്ലസ് 6. ഇപ്പൊ ഡി വൈയും കിട്ടി. അതിന്റെ ടോട്ടലും 0 കിട്ടി. അതൊരു റൂളാണ്. സം ഓഫ് ദ ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ മീൻ ഈസ് 0. ഇനി നമുക്ക് എന്താ ഫോർമുല എന്താണ്? ആക്ച്വൽ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ കോറിലേഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? R equal to sigma dx dy by root of sigma dx square into root of sigma dy square. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് dx into dy യുടെ സിഗ്മ വേണം. അപ്പൊ എന്ത് ചെയ്യാ? ഇതേ ഇൻറ്റു ഇത് ചെയ്യാം. dx into dy minus 6 into minus 2 12 plus 2 into plus 3 6
-3 into -4 12, 4 into 4 16, 0 into -3 0, 16 into 7 42, +2 into -2 -4, -6 into -7 42, -3 into -2 6, +4 into 6 24. ഇനി ഇത് ടോട്ടൽ ഈ കോളം 12 + 6 + 12 + 16 + 42 മൈനസ് ഉണ്ട് കേട്ടോ ഇവിടെ അറിയണം. അത് +2 into -2 അപ്പൊ 42 + 42 + 6 + 24. അപ്പൊ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 160 കിട്ടുക. -4 ഒരു -4 ഉണ്ട്. അപ്പൊ -4 ചെയ്യുമ്പോ 156. അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് ഫോർമുല എന്താ വേണ്ടേ? √σ dx²ന്റെ ടോട്ടൽ വേണം. അപ്പൊ dxന്റെ സ്ക്വയർ കാണും. അപ്പൊ dx², dxന്റെ -6ന്റെ സ്ക്വയർ 36, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 0ന്റെ സ്ക്വയർ 0, 16ന്റെ സ്ക്വയർ 36, എന്താണ് 6ന്റെ സ്ക്വയർ 4, 6ന്റെ സ്ക്വയർ 36, -3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ഈ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 166. പിന്നെ നമുക്ക് എന്ത് വേണം? √σ dy² വേണം. അപ്പൊ ഡിവൈയുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9, 7ന്റെ സ്ക്വയർ 49, 2ന്റെ സ്ക്വയർ 4, 7ന്റെ സ്ക്വയർ 49, 2ന്റെ സ്ക്വയർ 4, 6ന്റെ സ്ക്വയർ 36. അപ്പൊ എത്രയാ ടോട്ടൽ? dy²ന്റെ ടോട്ടല് 196 ആണ്. നമ്മുടെ ഫോർമുല എന്താണ്? σ dx dy √σ dx² into √σ dy². σ dx dy യുടെ ടോട്ടൽ എത്രയാണ്? 156. 156 ഡിവൈഡഡ് ബൈ √σ dx². σ dx² എത്ര? 166. അപ്പൊ √166 ഇൻറ്റു എന്താണ് dy²ന്റെ ടോട്ടൽ എത്ര? 196. അപ്പൊ √196, 156 ഡിവൈഡഡ് ബൈ √166 ഇൻറ്റു √196. 0.87 ആണ് നമുക്ക് കോറിലേഷൻ കിട്ടിയത്. എളുപ്പമാണ്. നമുക്ക് ആക്ച്വൽ മീൻ ഡീവിയേഷൻ കണ്ട് ചെയ്യുമ്പോൾ ഇനി കുറച്ച് ഫിഗർ തന്നിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് വാരിയബിൾ എക്സ് ആൻഡ് വൈ ഫ്രം ദയർ റെസ്പെക്റ്റീവ് മീൻ ഈസ് 1320. മീനിൽ നിന്നുള്ള ഡീവിയേഷനുകളുടെ പ്രൊഡക്റ്റ്, അതായത് σ dx into dy എത്രയാണ്? 1320. അപ്പൊ അതവിടെ σ dx into dy. സം ഓഫ് ദ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ വാരിയബിൾ ഫ്രം ദയർ റെസ്പെക്റ്റീവ് മീൻ ആർ 628 and 3720. അതായത് σ dx² 628 ഉം σ dy² 3720. സം ഓഫ് ദ സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ σ dx² ആണ്. അതായത് ഡീവിയേഷൻ കണ്ടിട്ട് അതിന്റെ സ്ക്വയറിന്റെ സം, അത് 628, വൈയുടെ 3720. അപ്പോ we will get the σ dx² dy². നമ്മുടെ ഫോർമുല എന്താണ്? മീൻ കോറിലേഷൻ കാണാനുള്ളത് σ dx dy by √σ dx² into √σ dy². σ dx dy എത്രയാണ്? 1320. അപ്പൊ അതായത് ഡിവൈഡഡ് ബൈ √σ dx² √628, √σ dy² √3720. സോൾവ് ചെയ്യുമ്പോൾ we will get 0.86 ആണ്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.